നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ 21 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ. ഇതോടെ ആകെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 208 ഉയർന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷമാണ് ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ കെട്ടിടം തകർന്നാണ് 21 സൈനികർ കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഹമാസ് പോരാളികളുടെ വെടിവയ്പിൽ ഇസ്രായേൽ സൈന്യം സൂക്ഷിച്ചിരുന്ന മൈനുകൾ പൊട്ടിത്തെറിച്ചാണ് കെട്ടിടം തകർന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം തെക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ട 10 പേരുടെ വിവരങ്ങൾ മാത്രമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തകർന്ന കെട്ടിടത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനികർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിവരം. അതേസമയം ഗാൻ യൂനിസിലെ റെഡ് ക്രസന്റ് ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തി. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും റെഡ് ക്രസന്റ് അറിയിച്ചിട്ടുണ്ട്. കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പലസ്തീനികളെ പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഞെട്ടിക്കുന്നതാണെന്നും യൂറോപ്യൻ യൂണിയൻ റിപ്പോർട്ട് പുറത്തുവന്നു. കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പലസ്തീനികൾ അവിടേക്ക് പുറന്തള്ളാനുള്ള നിർദ്ദേശം ആപൽക്കരമാണെന്നും ഇന്നലെ ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നതോടെ അത്തരമൊരു നിർദ്ദേശം തങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഒരു തുറമുഖം ഒരുക്കണമെന്ന നിർദ്ദേശമാണ് സമർപ്പിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ നിരാകരിച്ച് ഇസ്രായേൽ നടപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടയാക്കി. ഇസ്രായേലിന് കൂടി ഉപകാരപ്പെടുന്ന നിർദ്ദേശമാണിതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായതോടെ നെതന്യാഹു സർക്കാർ സമ്മർദ്ദത്തിലായി. ഹമാസ് നിർദ്ദേശം അംഗീകരിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന നെതന്യാഹുവിന്റെ നിലപാട് ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിലേക്കും ബന്ധുക്കൾ ഇരച്ചുകയറിയത് സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തി. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തലിനോട് യോജിപ്പില്ലെന്ന് അമേരിക്ക അറിയിച്ചു. അതേസമയം ചെങ്കടലിലും സംഘർഷം പുകയുകയാണ്. അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന ഹൂതി അവകാശവാദം തള്ളി പെന്റഗൺ. ഓസിയൻ ജാസ് എന്ന കപ്പൽ തികച്ചും സുരക്ഷിതമാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യമന് നേരെ വീണ്ടും ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകി. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചു. ഗാൻ യൂനിസിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെയും 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ 5 ലക്ഷത്തോളം ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നതായും UN ഏജൻസികളും ഹമാസും അറിയിച്ചു. റഫ അതിർത്തി തുറന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി വേണമെന്ന് ഹമാസ് ഈജിപ്തിനോട് ആവശ്യപ്പെട്ടു. 3 ഉയർന്ന ഓഫീസർമാർ കൊല്ലപ്പെട്ടതായും 15 സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു.